So, Thomas, what is the probability of recession happening in the US market? Because I have heard so many news about the US. Right, yeah. It's very important as investors, or for that matter, anybody to understand what is happening in the US market. Okay. അത് നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജിൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം. US മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് എക്സാക്ട്ലി മനസ്സിലാവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ബോണ്ട് ഈൽഡ്സും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ബോണ്ട് ഈൽഡ്സും ഇൻട്രസ്റ്റ് റേറ്റും നമുക്ക് ഇതിനകത്തേക്ക് വരാം, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിനകത്തേക്ക് വരാം. പക്ഷെ അതിനേക്കാളും മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ റെപ്പോ റേറ്റ് അല്ലേ, റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് RBI ഡിഫൈൻ ചെയ്യുന്ന ഒരു റേറ്റ് ആണ്. The rate at which RBI lends to the bank is called the repo rate. Yes. Okay. ഈ റെപ്പോ റേറ്റ് പോലെ US ഒരു ഫെഡ് റേറ്റ് ഉണ്ട്. അപ്പം ഈ ഏർലി ആഫ്റ്റർ കൊറോണ കഴിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് US ഭയങ്കരമായിട്ട് താത്തിയായിരുന്നു. ഇഫ് യു റിമെമ്പർ. Okay. They put the interest rate so much down that it touched even 0.25%. Okay. Okay. 0.25% അവിടുത്തെ ഫെഡ് റേറ്റ് ഉള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടം US-നുണ്ടായിരുന്നു. ആ 0.25% നിന്ന് ഈ ഫെഡ് റേറ്റ് എന്ന് പറയുന്നത് 5.5% വരെ കയറി. ഓക്കെ, ഫ്രം 0.25 it went up to 5.5%. So imagine a person who has taken home loan at 0.25% and then assume that he will have to pay an EMI approximately let's say $3,000 EMI pay ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചു 0.25, and then over let's say the span of about 2 years ഈ 0.25 എന്നുള്ളത് 5.5% ആയപ്പോൾ he will easily pay at least 3 times of that as home loan installment. Yes, exactly. അല്ലേ? അപ്പോൾ അതൊരു വലിയൊരു ഡിഫറൻസ് ആണ് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ. ഇനി ഇതിന്റെ കൂട്ടത്തിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 1% എന്ന് US-ൽ 1%. ഇതേ കാലഘട്ടം ഐ എം ടോക്കിംഗ് അബൌട്ട് 2022, let's say mid of 2022 and then 2023 end അല്ലെങ്കിൽ even now when we are looking at it. അപ്പം ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 2022 മിഡ് നിന്ന് ഭയങ്കരമായിട്ട് കയറി 1% കയറി മുകളിലേക്ക് കയറി 9.1% വരെ എത്തി. So imagine in a country like India where we are denominated in rupee. Yes. Even we don't have that much of an inflation. Okay. But in denomination in dollar, when it is 9.1%, it actually means that India, which compare, it means that Indian inflation is around 15%. Imagine 15% inflation. Evidently, we are running into recession. In this situation, in the US. So two things happened. What is the first thing? That is, our Fed rates went up from 0.25% to 5.5%. Along with it, inflation went up from 1% to 9.1%. Absolute. ഭയങ്കര വലിയൊരു പ്രശ്നം. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ അങ്ങനെയാണ് ഈ ഒരു 2021 തുടങ്ങി let's say 2022 മിഡും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 2023 ഇനീഷ്യലി വരെയുള്ള ഫേസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കുവാണെങ്കിൽ 2022 എൻഡിൽ ഡിസംബറിലൊക്കെ പലവരും റിസഷൻ വരാൻ പോവാണ്, ഒന്നും മേടിക്കില്ല, പ്രോപ്പർട്ടി മേടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് വരുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പം ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ വി ഹാവ് സംതിങ് കോൾഡ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ലൈക്ക് നമ്മുടെ ഗവൺമെന്റ്സ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സിന്റെ പേരാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ US-ലും ബോണ്ട്സ് ഉണ്ട്, ഫെഡ് ബോണ്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബോണ്ട്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇതേ പീരീഡ് ഹൊറൈസണിൽ 2022 എൻഡിൽ ഒരു 1% ഒക്കെ ഉള്ള ബോണ്ട് ഈൽഡ് എന്ന് പറയുന്നത് 2023 അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ it went up to even 4%. Okay. So bond yields went up, inflation went up, Fed rates also went up. ഈ മൂന്ന് കാര്യങ്ങൾ മുകളിലേക്ക് ഷൂട്ട് ചെയ്തു. ഇനിയാണ് നമ്മൾ ഈ ബോണ്ട് ഈൽഡ്സും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും സിംപ്ലസ്റ്റ് ടേംസിൽ നമുക്ക് മനസ്സിലാക്കാം. This will go a long way for all of us. This learning will go a long way. കാരണം ഇത് ബേസിക് ആണ് ബോണ്ട്സ്. ഓക്കെ, നമുക്ക് അസ്യൂം ചെയ്യാം, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം 2022 ഡിസംബറിൽ ആ ഒരു കാലഘട്ടത്തിൽ 1% ആണ് ബോണ്ട് ഈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ ബോണ്ടിൽ US-ന്റെ ഗവൺമെന്റ് ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് 10 years ഹൊറൈസണിൽ US ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത 1% കിട്ടും US ഡോളറിൽ. ഓക്കെ, ഈ ബോണ്ടിന്റെ ഒരു പ്രൈസ് കാണും. ലെറ്റ്സ് സേ ഇറ്റ് ഇസ് 10 rupees. എവറി ബോണ്ട് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ പ്രൈസ്. ഈ കൺട്രിയിലെ ഓവറോൾ റേറ്റ്സ് മുകളിലേക്ക് പോയി. We said that 0.25 നിന്ന് 5.5 വരെ പോയി എന്നുള്ളതാണ്. അതിന്റെ കൂടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ലെറ്റ്സ് സേ ഇത് 2022 ഡിസംബറിൽ വന്നൊരു ബോണ്ടാണെന്ന് വിചാരിച്ചു. ഇനി 2022
2023 എൻഡിൽ വരുന്ന വേറൊരു ബോണ്ടാന്ന് വിചാരിച്ചു. ഓക്കെ, സോ എവറി ടൈം ദ ഗവൺമെന്റ് നീഡ്സ് ടു റേസ് മണി, ദ ഗവൺമെന്റ് വിൽ പുട്ട് ബോണ്ട്സ് into the market, issue bonds into the market. So 2023 എൻഡിൽ വന്ന ബോണ്ടിന്റെ yield 1% ആയിരുന്നെങ്കിൽ എക്കണോമിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് മുകളിൽ പോയില്ലേ, ആ സമയത്ത് again the US government will come up with bonds, they need to raise money, right? ആ സമയത്ത് വന്ന ബോണ്ട് 2023 എൻഡിൽ വന്ന ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 4% ആണെന്ന് വിചാരിച്ചു, ഇതിന്റെ പ്രൈസ് 10 ആണെന്ന് വിചാരിച്ചു. Okay, simple. Now you have 1%, one paper carries 1%, the other paper carries 4%. Okay, now you are an investor who's coming into the bond market. So you have this option, you have this option. Which one would you pick? So you are just investing in a bond. You need maximum returns. So നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, 1% ബോണ്ട് ഉണ്ട്, 4% ബോണ്ട് ഉണ്ട്. ഇതിൽ ഏത് ബോണ്ട് പിക്ക് ചെയ്യും? More interest. Definitely you will pick the 4% one. അല്ലേ? So what will happen to this bond? What will happen to the price of this bond? It may increase. No, the price. This price. ഈ price demand കുറയുമല്ലോ. The demand, everybody will come to the market. Yes. They will only look at bond which has got higher interest rate, right? So what will happen to the demand of this particular bond? Will decrease. Yeah. And when the demand decreases, the price also decrease. Yes. If price എന്ന് പറയുന്നത് 5 ആവും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ 2022 ഡിസംബർ കാലഘട്ടത്തിൽ there was a big issue with the US banks. അതായത് US ബാങ്ക്സിന്റെ ലിക്വിഡിറ്റി, ഇപ്പൊ സിലിക്കൺ വാലി ബാങ്ക് എന്നൊക്കെ പറഞ്ഞ ബാങ്ക് കൊളാപ്സ് ആയ ഒരു സമയമായിരുന്നു ഈ ഒരു സമയം. ഈ സമയത്ത് US ബാങ്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ട്രഷറി, ദ US ബാങ്ക്സിന്റെ പല ട്രഷറീസ്, ഇൻഫാക്ട് ഓൾ ദ ട്രഷറീസ്, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് വരുന്നത് ബാങ്ക് ഓഫ് അമേരിക്കനാണ്. ഈ ട്രഷറി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 1%ന്റെ 10-year GSEC 10-year US bond invest ചെയ്തു. They did not anticipate that the interest rate is going to climb. Rocket ഇങ്ങനെ ഒറ്റ പോക്കാണല്ലോ ഇൻട്രസ്റ്റ് റേറ്റ്. ഇത് ആന്റിസിപ്പേറ്റ് ചെയ്യാതെ അവർ ഹെവി ആയിട്ട് ഈ 1% ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പം ഈ 10-year ബോണ്ട് ആണല്ലോ, അപ്പൊ അവര് ഇന്ന് ഇരിക്കുന്നത്, ഇപ്പൊ ബാങ്ക് ഓഫ് അമേരിക്ക ഇരിക്കുന്നത് $110 billion ലോസിലാണ് ഇന്ന് ബാങ്ക് ഓഫ് അമേരിക്ക ഇരിക്കുന്നത്. 110 billion. And likewise you have a Citibank with 30 billion. You have a JP Morgan. All of them are sitting at heavy unrealized loss even today, right? അപ്പോൾ ഈ അൺറിയലൈസ്ഡ് എന്ന് പറയാൻ കാരണം എന്താ? കാരണം അവർക്ക് ഈ ബോണ്ട് ഇവര് മേടിച്ചിട്ട് കൈ പിടിച്ചിരിക്കുകയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് മുകളിലേക്ക് പോയി. Now they have to wait for the interest rate to come down. ഈ ഇൻട്രസ്റ്റ് റേറ്റ് തിരിച്ച് താഴെ വരുമ്പോൾ എന്ത് പറ്റും? ലെറ്റ്സ് സേ 0.5%, ഇപ്പൊ 2024 ജൂണിൽ വരുന്ന ബോണ്ടിന്റെ yield 0.5 ആണെന്ന് വിചാരിച്ചു. Now what will happen to this price? It will increase. It will go up. Yeah. Exactly. So ഈ 1% ബോണ്ടിന് ഡിമാൻഡ് അന്നേരം കൂടും, റൈറ്റ്? ഐ മീൻ obviously ഇതിനായിരിക്കും ഡിമാൻഡ്, പക്ഷെ കമ്പയർഡ് ടു this guy will have more demand, right? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് ആ ഒരു പെർട്ടിക്കുലർ ബാങ്കിന്റെ അൺറിയലൈസ്ഡ് ലോസ് എന്ന് പറയുന്നത് കുറഞ്ഞു താഴെ വരുള്ളൂ. This is exactly what is happening in the US market. So ഇത്രയും ലോസ് ഉണ്ടാകുമ്പോൾ the recession will happen, is it? റൈറ്റ്, അതാണല്ലോ ഒരു ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് ഇൻഫ്ലേഷൻ ഡേറ്റ നോക്കിയാൽ മതി. അപ്പോൾ ലേറ്റസ്റ്റ് US ഇൻഫ്ലേഷൻ ഡേറ്റ നോക്കുകയാണെങ്കിൽ 9.1% ആണ്. ഇൻഫ്ലേഷൻ താഴെ വന്ന് 3.2% ആയി, റൈറ്റ്? So there is a significant fall in inflation in the US. Okay. അപ്പോൾ ഇത്രയും ഇൻഫ്ലേഷൻ താഴെ വീണ സ്ഥിതിക്ക് ഇനി ഇതിന്റെ കോൺകറന്റ് അല്ലെങ്കിൽ ഇതിന്റെ നെക്സ്റ്റ് ഇവന്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു 0.25% നിന്ന് 5.5%ലേക്ക് ഫെഡ് റേറ്റ്സ് പോയി എന്നുള്ളത് അല്ലെ. ഫെഡ് റേറ്റ്സ് പറയുമ്പോൾ നമ്മുടെ റെപ്പോ റേറ്റ്സ് പോലെ തന്നെ അവിടുത്തെ ഫെഡ് റേറ്റ്സ്. ഇഫ് ദേ ആർ കോൺഫിഡന്റ് ദാറ്റ് ദി ഇൻഫ്ലേഷൻ ഈസ് ഗോയിങ് ടു കം ഡൗൺ, ദേ വിൽ സ്ലോലി റിഡ്യൂസ് ദ ഫെഡ് റേറ്റ്സ്. ഓക്കെ, അങ്ങനെയാണ് ഈ എൻറ്റയർ കോണ്ടെക്സ്റ്റ് മറിഞ്ഞ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓൾ ഐസ് വിൽ ബി ഓൺ ദ ഇൻഫ്ലേഷൻ ഡേറ്റ. So the inflation, if it is coming down, we can be certain that there will be not big recession coming in. Okay, but if they are not able to control this inflation over a sustainable period of time, let's say 3 to 4 months time, അങ്ങനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റില്ലെങ്കിൽ ഈ റേറ്റ് അവർക്ക് താത്താൻ പറ്റില്ല. So the banks will have to book their losses. I mean a portion of their losses. They wouldn't have to book the entire loss. അങ്ങനെ ഒരു പോർഷൻ ലോസ് ബുക്ക് ചെയ്താൽ ഡെഫിനറ്റ്ലി നമ്മൾ റിസഷൻ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഫ്രം ദ ലുക്ക് ഓഫ് ഇറ്റ് റൈറ്റ് നൗ
the inflation is coming down steeply. Okay. And along with it, ഇപ്പോൾ September 17th or 16th എന്തോ ഫെഡ് റേറ്റിന്റെ ഒരു കട്ട് ഉണ്ടാവാൻ പോസിബിൾ ആണ്. ലെറ്റ്സ് സേ ഫെഡ് റേറ്റ് കട്ട്സ് 2% കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 5.5 റേറ്റ് ഒറ്റയടിക്ക് 3.5 വന്ന് നിൽക്കും. And there will be lot of stability in the market. So Thomas, then what will be its effect on the global market and especially India? Yeah, so that's a relevant question. See, global market will follow. I mean, other than markets that is already in recession, അവർ ഫോളോ ഇല്ലായിരിക്കും. പക്ഷെ ഗ്ലോബൽ മാർക്കറ്റ്സ് ഇതേ ട്രെൻഡ്, ലുക്കിംഗ് അറ്റ് ദ ഇൻഫ്ലേഷൻ ഡേറ്റ, ഇതേ ട്രെൻഡ് അവരും ഫോളോ ചെയ്യും. But what is the good news for India is, let's say from a larger perspective, when somebody is planning to invest FII money, അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, when they are planning to invest in the global markets, and when they see that the bond yields have come down from 5.5 to 3.5 അല്ലെങ്കിൽ 2% വരുമ്പോഴത്തേക്കും they will look for alternative market to invest. കാരണം പണ്ടത്തെ പോലത്തെ ബോണ്ട് yields കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ബോണ്ട് yieldsന് സേഫർ ഇതാണ് ബോണ്ട്സ് എന്ന് പറയുന്നത്, US bonds എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരം they will consider emerging markets like India to invest. Yes, exactly. So when the inflation comes down in the US market, along with it when the Fed rates comes down, this will only be beneficial for Indian markets. Okay. Because more FII money will come into the Indian markets, and Indian markets, which is already stable with a lot of retail participation, will be even more stable. Okay. As far as this thing is that concerned. means if the recession happens in US, it could be a good market for the India as well. No, recession happens a lot. Okay. This we are not talking about the recession. We are talking about Okay. interest rate mellowing down, and then things are falling into. If recession happens, definitely all of us will be affected. Entire world will be affected. But the probability of recession to happen right now looks a little more lower, considering that the inflation has come down and this has come down. Okay. So this is a real scenario of US recession. Okay.